നമസ്കാരം. പ്രധാന വാർത്തകൾ. കനത്ത വേനലിൽ മഞ്ഞപ്പിത്തവും ചിക്കൻ പോക്സും പടർന്നു പിടിക്കുന്നു. ജില്ലയിൽ 9 പേർക്ക് കൂടി സൂര്യാതപമേറ്റു. സ്കൂളുകളിൽ അവധിക്കാല ക്ലാസുകൾ പാടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പാലിയേക്കര ടോൾ പ്ലാസയിൽ ബസ്സുകൾക്ക് പ്രത്യേക ട്രാക്ക് അനുവദിക്കാത്തതിൽ പ്രതിഷേധം. തൃശൂർ വരന്തരപ്പള്ളി കല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. സമരവുമായി മുന്നോട്ടു പോകുമെന്ന് തൊഴിലാളികൾ. സ്വർണം കവർച്ച ചെയ്യാൻ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ട്രിപ്പിൾ ജീവപര്യന്തവും പിഴയും. തൃശൂർ അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. തെരഞ്ഞെടുപ്പ് പോരാട്ടം ചൂടുപിടിക്കുന്നു. ആലത്തൂരിൽ PK ബിജുവും ചാലക്കുടിയിൽ ഇന്നസെന്റും പത്രിക സമർപ്പിച്ചു. ചെങ്ങാലൂർ മേഖലയിലെ കർഷകർക്ക് ആശ്വാസമായി ചിമ്മിനി ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ടു. TCV വാർത്തയെ തുടർന്ന് മന്ത്രി C. രവീന്ദ്രനാഥിന്റെ ഇടപെടലാണ് കർഷകർക്ക് ആശ്വാസമായത്. മായന്നൂർ കുട്ടിൽമുക്ക് തടയണയിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ബംഗളൂരുവിൽ കടൽ കാണാനെത്തിയ വിദ്യാർത്ഥി സംഘം ബ്ലാങ്ങാട് കടലിൽ തിരയിൽപ്പെട്ടു. ഒഴിവായത് വൻ ദുരന്തം. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ജില്ലയിൽ മഞ്ഞപ്പിത്തവും ചിക്കൻ പോക്സും പടർന്നു പിടിക്കുന്നു. 3 മാസത്തിനുള്ളിൽ 71 പേർക്ക് മഞ്ഞപ്പിത്ത ബാധയും 904 പേർക്ക് ചിക്കൻ പോക്സും കണ്ടെത്തി. 2 ആഴ്ചയ്ക്കുള്ളിൽ ജില്ലയിൽ സൂര്യാതപമേറ്റത് 41 പേർക്ക്. കനത്ത വേനൽ ചൂടിനൊപ്പം ജില്ലയിൽ പകർച്ചവ്യാധികളും പടർന്നു പിടിക്കുകയാണ്. 3 മാസത്തിനുള്ളിൽ 71 പേർക്കാണ് മഞ്ഞപ്പിത്ത ബാധ കണ്ടെത്തിയത്. ഇതിൽ 14 പേരുടെ മഞ്ഞപ്പിത്തം സ്ഥിരീകരിച്ചു. പാഞ്ഞാളിൽ കണ്ടെത്തിയ 11 മഞ്ഞപ്പിത്ത കേസുകൾ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്. കോർപ്പറേഷൻ പരിധിയിലാണ് മഞ്ഞപ്പിത്തം കൂടുതലായും കണ്ടെത്തിയിട്ടുള്ളത്. ഇതുവരെ 33 കേസുകൾ നഗരപരിധിയിൽ റിപ്പോർട്ട് ചെയ്തു. ശനിയാഴ്ച മാത്രം 13 മഞ്ഞപ്പിത്ത ബാധയാണ് കണ്ടെത്തിയത്. 3 മാസത്തിനിടെ 904 പേർക്ക് ചിക്കൻ പോക്സ് ബാധിച്ചതായും കണ്ടെത്തി. പകർച്ചവ്യാധികൾ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടെന്നും ഇതിൽ ആശങ്കപ്പെടാനില്ലെന്നും എന്നാൽ മുൻകരുതൽ എടുക്കണമെന്നുമാണ് ആരോഗ്യവകുപ്പ് നിർദ്ദേശിക്കുന്നത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലായിട്ട് ഹെപ്പറ്റൈറ്റിസ് A കേസുകൾ കണ്ടുവരുന്നുണ്ട്. കോർപ്പറേഷൻ ഏരിയയിൽ മാത്രം മഞ്ഞപ്പിത്തം ബാധിച്ച 33 കേസുകൾ കണ്ടെത്തിയിട്ടുണ്ട്. ഇതിനുവേണ്ടി ഊർജിതമായിട്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ ആരോഗ്യവകുപ്പ് നടത്തി വരികയാണ്. തിളപ്പിച്ച് വെള്ളം മാത്രമേ ഉപയോഗിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ കൃത്യമായി സോപ്പും ഉപയോഗിച്ച് കൈകൾ വാഷ് ചെയ്യേണ്ടതാണ്. 2 ആഴ്ചക്കിടെ 41 പേർക്കാണ് സൂര്യാതപമേറ്റത്. ശനിയാഴ്ച മാത്രം 9 പേർക്ക് സൂര്യാതപം ഏറ്റിട്ടുണ്ട്. രാവിലെ 11 മണി മുതൽ 3 മണി വരെയുള്ള സമയത്ത് കഠിനമായ പുറമേയുള്ള ജോലികൾ ചെയ്യുന്നതിൽ നിന്ന് മാറി നിൽക്കേണ്ടതാണ്. ധാരാളം വെള്ളം കുടിക്കേണ്ടതാണ്. തണലുള്ള സ്ഥലങ്ങളിൽ നമ്മൾ മാറി നിൽക്കണം. 2 ദിവസങ്ങളിലായി ചൂടിന് അല്പം ശമനമുണ്ടെങ്കിലും തിങ്കളാഴ്ച 40.5 ഡിഗ്രി സെൽഷ്യസ് ചൂട് ജില്ലയിൽ രേഖപ്പെടുത്തിയിരുന്നു. ഇനിയും ചൂട് കൂടാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പുലർത്തണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ നിർദ്ദേശം. TCV ന്യൂസ്, തൃശൂർ. സംസ്ഥാനത്ത് താപനില വർദ്ധിച്ചേക്കുമെന്ന കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് കണക്കിലെടുത്ത് ഞായറാഴ്ച വരെ അതിജാഗ്രത തുടരും. ജില്ലയിൽ 35.9 ഡിഗ്രി സെൽഷ്യസ് ചൂടാണ് ശനിയാഴ്ച രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ ദിവസത്തേക്കാൾ ചൂട് നേരിയ തോതിൽ വർദ്ധിച്ചു. ജില്ലയിൽ ശനിയാഴ്ച 9 പേർക്ക് കൂടി സൂര്യാതപമേറ്റു. മാളയിൽ സൂര്യാതപമേറ്റ വെണ്ണൂർ സ്വദേശി ചെന്തുരുത്തി മോഹനൻ, കുണ്ടൂർ പാലമറ്റത്ത് ജോയൽ എന്നിവർ ആശുപത്രിയിൽ ചികിത്സ തേടി. അതേസമയം സംസ്ഥാനത്ത് അവധിക്കാലത്ത് സ്കൂളുകളിൽ ക്ലാസുകൾ നടത്താൻ പാടില്ലെന്ന് സർക്കാർ ഉത്തരവ്. സംസ്ഥാനത്ത് പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും ഉത്തരവ് ബാധകമാണെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുടെ ഉത്തരവിൽ വ്യക്തമാക്കി. സ്കൂളുകളിൽ പരമാവധി 10 ദിവസം ക്യാമ്പുകളും ശില്പശാലകളും പ്രത്യേക അനുമതിയോടെ നടത്താം. കടുത്ത വേനൽ ചൂടും വരൾച്ചയും ഉള്ളതിനാൽ വേനൽക്കാല ക്ലാസുകൾ പാടില്ലെന്ന ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. തൃശൂർ വരന്തരപ്പള്ളി കല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി. പാലിയേക്കര ടോൾ പ്ലാസയിൽ ബസ്സുകൾക്ക് പ്രത്യേക ട്രാക്ക് അനുവദിച്ചു നൽകാത്തതിൽ പ്രതിഷേധിച്ചാണ് പണിമുടക്ക്. 2 ആഴ്ച മുൻപ് ഇതേ ആവശ്യമുന്നയിച്ച് ബസ് തൊഴിലാളികൾ പണിമുടക്ക് പ്രഖ്യാപിച്ചിരുന്നു. പുതുക്കാട് പോലീസ് പ്രശ്നത്തിലിടപെട്ട് ടോൾ പ്ലാസയിൽ ബസ്സുകൾക്ക് പ്രത്യേക ട്രാക്ക് ഒരുക്കാമെന്ന് ഉറപ്പും നൽകിയിരുന്നു. ഇത് ടോൾ കമ്പനി പാലിക്കാതെ വന്നതോടെയാണ് ബസ് ജീവനക്കാർ മിന്നൽ പണിമുടക്ക് നടത്തിയത്. ടോൾ പ്ലാസയിലെ ഗതാഗതക്കുരുക്കിൽപ്പെട്ട് ബസ്സുകളുടെ സമയക്രമം തെറ്റുകയും ട്രിപ്പുകൾ മുടങ്ങുന്നതും പതിവാണെന്ന് തൊഴിലാളികൾ പറയുന്നു. ഞങ്ങൾക്ക് വരന്തരപ്പള്ളി തൃശ്ശൂർ ഓടാൻ ആകെ അനുവദിച്ചിട്ടുള്ള സമയം 50 മിനിറ്റ് ആണ്. ഒരു കാർ പോലും ഇന്ന് 50 മിനിറ്റ് കൊണ്ട് തൃശ്ശൂർ എത്തിക്കാൻ സാധിക്കില്ല എന്ന് എല്ലാവർക്കും അറിയാം.
ഞങ്ങളുടെ തൊഴിലാളികൾ ഈ ആൾക്കാരെ കയറ്റി ഇറക്കി പിള്ളേരെ കയറ്റി എല്ലാം കഴിഞ്ഞ് 50 മിനിറ്റ് കൊണ്ട് തൃശ്ശൂർ ഓടിയെത്തുന്നുണ്ട് ഈ ബ്ലോക്കുകളെ കടന്നിട്ട്. അതിൻ്റെ ഇടയിൽ ടോളുകാരുടെ ഈ മാനസിക പീഡനവും ബാക്കി കാര്യങ്ങളും അനുവദിക്കാൻ ഞങ്ങൾ തയ്യാറില്ല. ഞങ്ങളുടെ തൊഴിലാളികളൊപ്പം ശക്തമായി പിന്തുണ കൊടുത്തുകൊണ്ട് സമരമായി മുന്നോട്ട് പോകാനാണ്, ഞങ്ങൾക്ക് ഫ്രീ ട്രാക്ക് കിട്ടുന്നവരെ സമരമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. ടോൾ പ്ലാസയിൽ ചെലവാകുന്ന സമയം വീണ്ടെടുക്കാൻ അമിത വേഗതയിൽ പോകേണ്ടി വരുന്നത് അപകടങ്ങൾക്ക് വഴിയൊരുക്കുമെന്നാണ് ബസ് തൊഴിലാളികൾ പറയുന്നത്. ടോൾ പിരിവ് ആരംഭിച്ചത് മുതൽ ബസ്സുകൾക്കും അവശ്യ സർവീസുകൾക്കും സുഗമമായി കടന്നുപോകാനുള്ള സൗകര്യം ഒരുക്കുമെന്ന് ടോൾ കമ്പനി അധികൃതർ പറയുന്നുണ്ടെങ്കിലും ഇതുവരെ നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം രാത്രി ഫാസ്ടാഗ് ട്രാക്കിലൂടെ വന്നിരുന്ന ബസ്സിന് സെൻസറിംഗ് നടക്കാത്തതുമൂലം കടന്നുപോകാൻ കഴിഞ്ഞിരുന്നില്ല. ബസ് പുറകോട്ടെടുത്ത് മറ്റൊരു ട്രാക്കിലൂടെ കടന്നുപോകാൻ ടോൾ കമ്പനി ജീവനക്കാർ ആവശ്യപ്പെട്ടത് തർക്കത്തിനിടയാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ശനിയാഴ്ച പണിമുടക്ക് നടത്താൻ തൊഴിലാളികൾ തീരുമാനിച്ചത്. വരന്തരപ്പള്ളി കല്ലൂർ റൂട്ടിലെ എല്ലാ സ്വകാര്യ ബസ്സുകളും ടോൾ പ്ലാസ കടന്നുപോകുന്ന മറ്റു റൂട്ടിലെ സ്വകാര്യ ബസ്സുകളും പണിമുടക്കിൽ പങ്കെടുക്കുന്നുണ്ട്. പുതുക്കാട് പോലീസിന്റെ നേതൃത്വത്തിൽ ബസ് ഉടമകളും ടോൾ കമ്പനി അധികൃതരും ചർച്ച നടത്തി. ടോൾ പ്ലാസയിൽ ബസ്സുകൾക്ക് പ്രത്യേക ട്രാക്ക് അനുവദിക്കാൻ കഴിയില്ലെന്ന് കമ്പനി അധികൃതർ നിലപാടെടുത്തതോടെ ചർച്ചയിൽ നിന്ന് തൊഴിലാളികൾ ഇറങ്ങിപ്പോയി. ടോൾ പ്ലാസയിൽ പ്രത്യേക ട്രാക്ക് അനുവദിച്ചു തരുന്നതുവരെ സമരം തുടരുമെന്ന് തൊഴിലാളികൾ പറയുന്നു. ആംബുലൻസ് ട്രാക്കിന് പകരം ബസ്സുകൾക്ക് കടന്നുപോകാൻ മറ്റൊരു ട്രാക്ക് അനുവദിക്കണമെന്ന ആവശ്യവും ടോൾ കമ്പനി നിരാകരിച്ചതോടെയാണ് തൊഴിലാളികൾ ചർച്ചയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇതേസമയം KSRTC ബസ്സുകൾ വിരളമായി സർവീസ് നടത്തുന്ന ഈ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കിയതോടെ യാത്രക്കാർ വലഞ്ഞു. മുന്നറിയിപ്പില്ലാതെ സമരം നടത്തിയ ബസ് ജീവനക്കാർക്കെതിരെ യാത്രക്കാരുടെ പ്രതിഷേധവും ഉയരുന്നുണ്ട്. TCV പുതുക്കാട്. സ്വർണം കവർച്ച ചെയ്യാൻ ഒറ്റ ബന്ധുവായ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ട്രിപ്പിൾ ജീവപര്യന്തവും 1,75,000 രൂപ പിഴയും ശിക്ഷ വിധിച്ചു. പശ്ചിമബംഗാൾ സ്വദേശി അമിയ സമാന്തയെയാണ് തൃശൂർ അഡീഷണൽ ജില്ലാ ജഡ്ജി നിസാർ അഹമ്മദ് ട്രിപ്പിൾ ജീവപര്യന്തം ശിക്ഷിച്ചത്. കൊലപാതകം, കവർച്ച, ഭവനഭേദനം എന്നിവയ്ക്കാണ് പ്രതിയെ ട്രിപ്പിൾ ജീവപര്യന്തത്തിന് ശിക്ഷ വിധിച്ചത്. പിഴയടയ്ക്കാത്ത പക്ഷം 1 വർഷം 9 മാസം കഠിന തടവ് കൂടുതൽ അനുഭവിക്കണം. ഇതിനു പുറമെ കൊല്ലപ്പെട്ട ജാദബ് കുമാർദാസിന്റെ ഭാര്യയ്ക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയിൽ നിന്ന് വിക്ടിം കോമ്പൻസേഷൻ നൽകണമെന്നും കോടതി ഉത്തരവിൽ പറയുന്നു. 3 വകുപ്പുകളിലായി കൊലപാതക വകുപ്പിൽ ജീവപര്യന്തം, ഭവനഭേദനത്തിന് ജീവപര്യന്തം, സ്വർണ്ണ കവർച്ചയ്ക്ക് ജീവപര്യന്തം, അങ്ങനെ 3 ജീവപര്യന്തം തടവാണ് ആ പ്രതിക്ക് വിധിച്ചിട്ടുള്ളത്. സ്വാഭാവികമായും സാഹചര്യ തെളിവുകളെ അതുപോലെ ശാസ്ത്രീയ തെളിവുകളെ മാത്രം കോർത്തിണക്കി ആണ് ഈ കേസ് കോടതി മുമ്പാകെ തെളിയിക്കാൻ സാധിച്ചത്. ഇരിങ്ങാലക്കുട കണ്ടേശ്വരം പണ്ടാരത്ത് പറമ്പിൽ ഭരതന്റെ കീഴിൽ സ്വർണ്ണാഭരണ ജോലിക്കാരനായിരുന്ന ഹൗറ സ്വദേശി ജാദബ് കുമാർദാസിനെയാണ് പ്രതി കൊലപ്പെടുത്തിയത്. 2012 ഒക്ടോബറിലായിരുന്നു സംഭവം. കൊലപാതകം നടക്കുന്നതിന്റെ 5 ദിവസം മുമ്പ് സ്വർണ്ണാഭരണ നിർമ്മാണശാല ഉടമയായ ഭരതൻ തന്റെ തൊഴിലാളിയായ ജാദബ് കുമാർദാസിനെ ഏൽപ്പിച്ച 215 ഗ്രാം സ്വർണം തട്ടിയെടുക്കുന്നതിനായാണ് പ്രതി ജാദബ് കുമാറിനെ ആസൂത്രിതമായി കൊലപ്പെടുത്തിയത്. സംഭവം നടന്ന് 2 ദിവസത്തിന് ശേഷമാണ് കൊലപാതക വിവരം നാട്ടുകാർ അറിയുന്നത്. കൊലപാതകത്തിന് ശേഷം പശ്ചിമബംഗാളിലേക്ക് മുങ്ങിയ പ്രതിയെ സംഭവം നടന്ന് 5 ദിവസത്തിന് ശേഷമാണ് പോലീസ് പിടികൂടുന്നത്. കേസിൽ പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്ന് 26 സാക്ഷികളെ വിസ്തരിച്ചു. 30 രേഖകളും 20 തൊണ്ടിമുതലുകളും കോടതിയിൽ ഹാജരാക്കി. കൊല്ലപ്പെട്ട ജാദബിന്റെ കൈകളിൽ പ്രതിയുടെ മുടി കുരുങ്ങിക്കിടന്നിരുന്നതും രാസപരിശോധനാ റിപ്പോർട്ടും കേസിൽ നിർണായക തെളിവായി. ഇരിങ്ങാലക്കുട CI ആയിരുന്ന TS സിനോജാണ് കേസ് അന്വേഷിച്ചത്. പ്രോസിക്യൂഷനു വേണ്ടി പബ്ലിക് പ്രോസിക്യൂട്ടർ P സുനിൽ, അഭിഭാഷകരായ അഡ്വക്കേറ്റ് അമീർ, അഡ്വക്കേറ്റ് KM ദിൽ എന്നിവർ കോടതിയിൽ ഹാജരായി. TCV ന്യൂസ്, തൃശൂർ. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികാ സമർപ്പണം തുടരുന്നു. ആലത്തൂർ ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി ഡോക്ടർ PK ബിജുവും ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി TV ഇന്നസെന്റും തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥി സോനുവും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. പാലക്കാട് ജില്ലാ കളക്ടർക്കാണ് PK ബിജു നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. മന്ത്രിമാരായ SC മൊയ്തീൻ, AK ബാലൻ, CPM കേന്ദ്ര കമ്മിറ്റി അംഗം K രാധാകൃഷ്ണൻ എന്നിവർ സ്ഥാനാർത്ഥിക്കൊപ്പം ഉണ്ടായിരുന്നു. ചാലക്കുടി ലോക്സഭാ മണ്ഡലം LDF സ്ഥാനാർത്ഥി TV ഇന്നസെന്റ് എറണാകുളം ജില്ലാ കളക്ടർക്കാണ് പത്രിക സമർപ്പിച്ചത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ കാക്കനാട്ടേക്ക് പോകും മുൻപ് സെന്റ് മേരീസ് പള്ളിയിലെ സെമിത്തേരിയിൽ പിതാവ് തെക്കേത്തല കുച്ചുവറീദിന്റെ കല്ലറയിലെത്തി പ്രാർത്ഥിച്ച് പൂച്ചെണ്ട് അർപ്പിച്ച ശേഷമാണ് പ്രവർത്തകരോടൊപ്പം എറണാകുളത്തേക്ക് പുറപ്പെട്ടത്. തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ സോനു ജില്ലാ കളക്ടർ TV അനുപമയ്ക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. ഹരിത പെരുമാറ്റച്ചട്ടം പാലിച്ചു നടത്തുന്ന തെരഞ്ഞെടുപ്പായതിനാൽ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചതിന് ശേഷം സ്ഥാനാർത്ഥി കളക്ട്രേറ്റ് അങ്കണത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥരുടെ സാന്നിധ്യത്തിൽ വൃക്ഷത്തൈ നട്ടു. വെള്ളമില്ലാതെ വ്യാപകമായി കൃഷിനാശം സംഭവിച്ച ചെങ്ങാലൂർ മേഖലയിലെ കർഷകർക്ക് ആശ്വാസമായി ചിമ്മിനി ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ടു.
TCV വാർത്തയെ തുടർന്ന് മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥിന്റെ ഇടപെടലാണ് കർഷകർക്ക് ആശ്വാസമായത്. ഊറാംകുളം ജലസേചന പദ്ധതി പ്രവർത്തിപ്പിക്കാൻ വെള്ളമില്ലാതെ വ്യാപകമായി കാർഷിക വിളകൾ നശിച്ച ചെങ്ങാലൂരിലെ കർഷകർക്ക് ആശ്വാസമായി ചിമ്മിനി ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ടു. 0.7 ദശലക്ഷം ഘനമീറ്റർ വെള്ളമാണ് തുറന്നുവിട്ടത്. രൂക്ഷമായ ജലക്ഷാമം മൂലം വ്യാപകമായി കാർഷിക വിളകൾ നശിച്ച വാർത്ത TCV കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു. വാർത്ത ശ്രദ്ധയിൽപ്പെട്ട മന്ത്രി സി രവീന്ദ്രനാഥ് പ്രശ്നത്തിൽ ഇടപെടുകയായിരുന്നു. മന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് ചിമ്മിനി ഡാം കൂടുതലായി തുറന്നുവിട്ടത്. കുറുമാലിപ്പുഴയിൽ വെള്ളം സംഭരിച്ച് ഊറാംകുളം ജലസേചന പദ്ധതിയുടെ പമ്പിംഗ് എത്രയും വേഗം ആരംഭിക്കാനും ഇറിഗേഷൻ ഉദ്യോഗസ്ഥർക്ക് മന്ത്രി നിർദ്ദേശം നൽകി. ഊറാംകുളം പദ്ധതി പ്രവർത്തിപ്പിക്കാത്തത് മൂലമാണ് മേഖലയിൽ കാർഷിക വിളകൾ നശിക്കാൻ കാരണമായതെന്നാണ് കർഷകർ പറയുന്നത്. മുൻ വർഷങ്ങളിൽ കുറുമാലിപ്പുഴയിലെ മാഞ്ഞാങ്കുഴി റെഗുലേറ്ററിന്റെ ഷട്ടർ താഴ്ത്തി വെള്ളം സംഭരിച്ചാൽ മാത്രമാണ് ഊറാംകുളം പദ്ധതി പ്രവർത്തിപ്പിക്കാൻ കഴിയാറുള്ളത്. എന്നാൽ ഈ വർഷം കോൾനിലങ്ങളിലെ നെൽകൃഷിക്ക് വെള്ളം എത്തിക്കുന്നതിനായി മാഞ്ഞാങ്കുഴിയിലെ ഷട്ടറുകൾ തുറന്നിട്ടിരിക്കുകയായിരുന്നു. ഇതോടെ ഊറാംകുളത്തിൽ പമ്പിങ്ങിനുള്ള വെള്ളം ഇല്ലാതെ പദ്ധതി നിലയ്ക്കുകയായിരുന്നു. കൂടുതലായി ഡാമിൽ നിന്ന് വെള്ളം തുറന്നുവിടുന്നതോടൊപ്പം മാഞ്ഞാങ്കുഴി റെഗുലേറ്ററിന്റെ ഷട്ടറുകൾ ക്രമീകരിച്ചാണ് പുഴയിൽ വെള്ളം സംഭരിക്കുന്നത്. കോൾ നിലങ്ങളിലേക്കുള്ള വെള്ളം ഇതോടൊപ്പം തുറന്നുവിട്ടിട്ടുണ്ട്. TCV ന്യൂസ്, പുതുക്കാട്. ഇടവേള. ചില യാത്രകൾ പൂർണ്ണത തേടിയുള്ളതാണ്, പൈതൃകം തേടിയുള്ളതാണ്, പരിശുദ്ധി തുടിക്കുന്ന പട്ട് തേടിയുള്ളതാണ്. വൻ നഗരങ്ങളിലൂടെ, ചെറു പട്ടണങ്ങളിലൂടെ, അറിയപ്പെടാത്ത ഗ്രാമങ്ങളിലൂടെ ലോകത്തിലെ ഏറ്റവും മികച്ച പട്ട് തേടിയുള്ള യാത്ര. കല്യാൺ സിൽക്സ്, പട്ടിന്റെ ഹൃദയത്തിലൂടെ ഒരു തീർത്ഥയാത്ര. വാർത്തകൾ തുടരുന്നു. മായന്നൂർ കൂട്ടിൽമുക്ക് തടയണയിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. മൂത്തടത്തുപടി തെരുവിൽ രാമചന്ദ്രൻ മകൻ 15 വയസ്സുള്ള നവീനാണ് മരിച്ചത്. മായന്നൂർ സെന്റ് തോമസ് സ്കൂളിൽ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. പ്രളയത്തിന് ശേഷം തടയണയുടെ താഴെ മണൽത്തിട്ടകളും വലിയ കുഴികളും രൂപപ്പെട്ടിട്ടുണ്ട്. കൂടെയുണ്ടായിരുന്ന കുട്ടികൾ മണൽത്തിട്ടകളിൽ പിടിച്ചു കയറിയതിനാൽ രക്ഷപ്പെട്ടു. നവീനെ വള്ളുവനാട് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ബംഗളൂരുവിൽ നിന്നും കടൽ കാണാനെത്തിയ വിദ്യാർത്ഥി സംഘം ബ്ലാങ്ങാട് കടലിൽ കുളിക്കുന്നതിനിടെ തിരയിൽപ്പെട്ടു. കടലിലേക്ക് തെറിച്ചു വീണ് അബോധാവസ്ഥയിലായ ഒരു വിദ്യാർത്ഥിയെ ലൈഫ് ഗാർഡുകൾ രക്ഷപ്പെടുത്തി. കർണാടക സ്വദേശി ആദർശാണ് തിരയിൽപ്പെട്ടത്. വിദ്യാർത്ഥിനികളടക്കം 25 അംഗ കോളേജ് സംഘം ഉച്ചയ്ക്കാണ് ബ്ലാങ്ങാട് ബീച്ചിലെത്തിയത്. കടലിലേക്ക് കുളിക്കാനിറങ്ങിയ ഇവരോട് നിരവധി തവണ തീരത്തുണ്ടായിരുന്ന ലൈഫ് ഗാർഡുകൾ മുന്നറിയിപ്പ് നൽകിയെങ്കിലും അത് വകവയ്ക്കാതെ കടലിലെ കളി തുടരുകയായിരുന്നു. ഇതിനിടയിലുണ്ടായ ശക്തമായ തിര കരയിലേക്ക് ആഞ്ഞടിച്ചതോടെ ആദർശ് കടലിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. അപകടം കണ്ട ഉടനെ ലൈഫ് ഗാർഡുമാരായ സണ്ണി, ചെന്താമരാക്ഷൻ എന്നിവർ കടലിലേക്ക് ചാടി അബോധാവസ്ഥയിലായിരുന്ന ആദർശിനെ രക്ഷപ്പെടുത്തി കരയ്ക്കെത്തിച്ചു. പിന്നീട് പ്രാഥമിക ചികിത്സ നൽകി തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. വിവരമറിഞ്ഞ് മുനക്കക്കടവ് ഹോസ്റ്റൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. പളനിയിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. ഗുരുവായൂർ സമൂഹമഠം റോഡിൽ പുറമുണ്ടേക്കാട്ട് വീട്ടിൽ കൃഷ്ണകുമാറിന്റെ മകൻ 20 വയസ്സുള്ള ബിനീഷ് കുമാറാണ് മരിച്ചത്. കാട്ടകമ്പാൽ പഞ്ചായത്ത് ഓഫീസിന് സമീപത്തുള്ള പെട്രോൾ പമ്പിന് മുന്നിൽ ബൈക്കുകൾ കൂട്ടിയിടിച്ചാണ് അപകടം. റോഡിൽ തലയിടിച്ച് വീണ ബിനീഷ് സംഭവസ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു. കരിയമ്പ്ര റോഡിൽ നിന്നും പെട്രോൾ പമ്പിലേക്ക് വന്ന ബൈക്ക് ചിറക്കലിൽ നിന്നും കുന്നംകുളത്തേക്ക് വരികയായിരുന്ന ബൈക്കിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ 2 പേർക്ക് പരിക്കേറ്റു. ഇവരെ കുന്നംകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കൊരട്ടി പെരുമ്പിയിൽ മാലിന്യത്തിന് തീപിടിച്ചു. ദേശീയപാതയോരത്ത് കുന്നുകൂടി കിടക്കുന്ന മാലിന്യമാണ് കത്തിയത്. ആളിപ്പടർന്ന തീ പരിസരത്തെ പുല്ലിലേക്കും വ്യാപിച്ചു. നാട്ടുകാരും സമീപത്തെ തൊഴിലാളികളും ചേർന്നാണ് തീയണച്ചത്. മാലിന്യ കൂമ്പാരത്തിന് തീപിടിക്കുന്നത് പെരുമ്പിയിൽ സ്ഥിര സംഭവമായി മാറിയിട്ടുണ്ട്. ഈ വേനൽ ആരംഭിച്ച ശേഷമുള്ള 4ാമത്തെ തീപിടുത്തമാണിത്. ചാവക്കാട് പുത്തൻകടപ്പുറത്ത് ഓലമേഞ്ഞ വീട് കത്തി നശിച്ചു. പുത്തൻകടപ്പുറം ഫിഷറീസ് കോളനിക്ക് കിഴക്ക്
ആലുങ്ങൽ വീട്ടിൽ മുജീബിന്റെ വീടാണ് ഭാഗികമായി കത്തി നശിച്ചത്. തീ ആളിപ്പടരുന്നത് കണ്ട് ഓടിയെത്തിയ പരിസരവാസികൾ തീ നിയന്ത്രണ വിധേയമാക്കുകയായിരുന്നു. മേൽക്കൂരയും വീടിനകത്തെ വസ്ത്രങ്ങളും കത്തി നശിച്ചു. വൈദ്യുതി ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്ന് കരുതുന്നു. 4 കിലോയിലധികം സ്ഫോടക വസ്തുക്കൾ എളനാട്ടിലെ വെന്നൂരിൽ നിന്നും പിടികൂടി. ജില്ലാ പോലീസ് മേധാവി യതീഷ് ചന്ദ്രയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വെന്നൂർ വടക്കേക്കര കോളനിക്ക് സമീപം റിസർവ് വനത്തിനോട് ചേർന്നുള്ള സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ഒളിപ്പിച്ച നിലയിൽ സ്ഫോടക വസ്തുക്കൾ കണ്ടെത്തിയത്. 1 കിലോ വെടിയുപ്പ്, 2 കിലോ അലുമിനിയം ബ്ലാസ്റ്റിംഗ് പൗഡർ, 1.25 മീറ്റർ നീളമുള്ള 700 തിരികൾ, 90 ഗ്രാം സൾഫർ പൊടി എന്നിവയാണ് കണ്ടെടുത്തത്. വിഷുവിനോടനുബന്ധിച്ചുള്ള അനധികൃത പടക്ക നിർമ്മാണത്തിന് എത്തിച്ചതാണെന്ന് സംശയിക്കുന്നു. പഴയന്നൂർ സ്റ്റേഷൻ ഹെഡ് ഓഫീസർ ശ്യാമിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന. നവീകരണം പൂർത്തിയാക്കി തൃശൂർ നെഹ്റു പാർക്ക് ഞായറാഴ്ച തുറന്നുകൊടുക്കും. കുട്ടികൾക്ക് അവധിക്കാലം ആഘോഷമാക്കാനുള്ള കളിയുപകരണങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കിയാണ് നെഹ്റു പാർക്ക് തുറന്നു നൽകുന്നത്. അമൃത് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 2.66 കോടി രൂപ ചിലവഴിച്ചാണ് കോർപ്പറേഷൻ നെഹ്റു പാർക്കിന്റെ നവീകരണം പൂർത്തിയാക്കിയത്. ഓണത്തിന് മുൻപേ അടച്ച നെഹ്റു പാർക്ക് അത്യാധുനിക സൗകര്യങ്ങളോടെ പുനഃപ്രവർത്തനം ആരംഭിക്കുന്നതോടെ കുട്ടികൾക്ക് തൃശൂർ നഗരത്തിൽ തന്നെ മികച്ച ഉല്ലാസ കേന്ദ്രമായി ഇത് മാറുമെന്നാണ് പ്രതീക്ഷ. കുട്ടികൾക്കായി കളിയുപകരണങ്ങളും മനോഹരമായ പുൽത്തകിടിയും നടപ്പാതയും ഏറെ സഹായപ്രദമായി നിരവധി സൗകര്യങ്ങളുമാണ് ഒരുക്കിയിരിക്കുന്നത്. സൈക്കിൾ, വാക്കിംഗ് ട്രാക്കുകളും ഓപ്പൺ ജിമ്മും സ്ത്രീകൾക്കും കുട്ടികൾക്കുമായി പ്രത്യേക ശൗചാലയങ്ങളും നിർമ്മിച്ചിട്ടുണ്ട്. 15 വയസ്സിന് മുകളിലുള്ളവർക്ക് 10 രൂപയാണ് പ്രവേശന ചാർജ്. പാർക്കിന്റെ നവീകരണത്തിനും പരിപാലനത്തിനുമാണ് ഈ തുക ചിലവഴിക്കുക. കൊടുങ്ങല്ലൂർ ശ്രീ കുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണി മഹോത്സവത്തിന് തുടക്കം കുറിച്ചുള്ള കോഴിക്കല്ല് മൂടൽ ചടങ്ങ് ഞായറാഴ്ച നടക്കും. മീനമാസത്തിലെ തിരുവോണനാളിൽ രാവിലെ 10 മണിയോടെയാണ് ചടങ്ങുകൾ ആരംഭിക്കുക. വടക്കേനടയിലെ വലിയ ദീപസ്തംഭത്തിന് താഴെ വൃത്താകൃതിയിലുള്ള 2 കോഴിക്കല്ലുകൾ കുഴിച്ചുമൂടി മൺതിട്ടയുണ്ടാക്കി അതിനു മുകളിൽ കോഴിയെ സമർപ്പിക്കുന്നതാണ് ചടങ്ങ്. പരമ്പരാഗത അവകാശികളായ ഭഗവതി വീട്ടുകാരാണ് കോഴിക്കല്ല് മൂടി ചെമ്പട്ട് വിരിക്കുക. തുടർന്ന് തച്ചോളി തറവാട്ടിലെ കോഴി ഹാജരുണ്ടോ എന്ന് ഭഗവതി വീട്ടിലെ കാരണവർ 3 വട്ടം വിളിച്ചു ചോദിക്കും. ഇതേസമയം തച്ചോളി തറവാട്ടുകാർ ആദ്യ കോഴിയെ സമർപ്പിക്കും. തുടർന്ന് ഭക്തസംഘങ്ങൾ കോഴികളെയും പട്ടും സമർപ്പിക്കും. മുൻകാലങ്ങളിൽ ക്ഷേത്രനടയിൽ കോഴിയെ വെട്ടിയിരുന്നു. മൃഗബലി നിരോധിച്ചതോടെയാണ് കോഴി സമർപ്പണം തുടങ്ങിയത്. കാളി ദാരിക യുദ്ധം തുടങ്ങുന്നത് തിരുവോണ നാളിലാണെന്നാണ് ഐതിഹ്യം. ഏപ്രിൽ 7-നാണ് അശ്വതി കാവുതീണ്ടൽ. തൃശൂർ മൈലിപ്പാടത്ത് നഗരത്തിലേക്കുള്ള കുടിവെള്ള വിതരണ പൈപ്പ് ലൈനിന്റെ വാൽവ് ഭാഗത്ത് സെപ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തി. പീച്ചിയിൽ നിന്നും തൃശൂർ നഗരപ്രദേശത്തെ വിവിധ ഭാഗങ്ങളിലേക്ക് കുടിവെള്ളം തിരിച്ചുവിടുന്നതിനായി സ്ഥാപിച്ച വാൽവ് ഭാഗത്താണ് സെപ്റ്റിക് മാലിന്യം തള്ളിയ നിലയിൽ കണ്ടെത്തിയത്. വാൽവ് ഭാഗത്ത് ലീക്കുള്ളതിനാൽ കുടിവെള്ളത്തിൽ കലർന്നെന്ന സംശയത്തെ തുടർന്ന് വാൽവ് ഭാഗത്ത് കെട്ടിക്കിടക്കുന്ന വെള്ളം മോട്ടോർ പമ്പ് ഉപയോഗിച്ച് നീക്കം ചെയ്തു. സെപ്റ്റിക് മാലിന്യം തള്ളിയ സ്ഥലം വെള്ളം ഉപയോഗിച്ച് കഴുകി ബ്ലീച്ചിംഗ് പൗഡർ വിതറി. നഗരത്തിലെ 5 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ വിവിധ ഭാഗങ്ങളിൽ സെപ്റ്റിക് മാലിന്യം തള്ളുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇടവേള. നിൻ സ്നേഹം ഞാനെന്നും പറയാതറിഞ്ഞതും ഉള്ളം പോലും വാചാലമാകും ഈ നിമിഷം. ഇത് അച്ഛൻ്റെ സെലക്ഷനാണ്. ഓരോ ദിവസവും 1000 ആഘോഷങ്ങൾ ഇവിടെ തുടങ്ങുന്നു. ജോസ് ആലുക്കാസ്, ജ്വല്ലറി ഫോർ എവറി ജനറേഷൻ. ഇനി ജനവിധി 2019.
കരുത്തരെ വീഴ്ത്തി ദുർബലരെ വാഴ്ത്തിയ പാരമ്പര്യമുള്ള ലോക്സഭാ മണ്ഡലമാണ് തൃശൂർ. തൃശൂർ മണ്ഡലം ഒരു മുന്നണിക്കും ഉരുക്ക് കോട്ടയല്ല. തൃശൂരിന്റെ മനസ്സ് അന്നും ഇന്നും രാഷ്ട്രീയ പാർട്ടികൾക്ക് മുമ്പേ കാണാനായിട്ടില്ല. ഒരു രാഷ്ട്രീയ കക്ഷിക്കും ഉരുക്കുകോട്ടയെന്ന് പറയാവുന്ന മണ്ഡലമല്ല തൃശൂർ ലോക്സഭാ മണ്ഡലം. പൂർണ്ണമായും തൃശൂർ ജില്ലയിൽ ഉൾപ്പെട്ട മണ്ഡലത്തിലുള്ളത് 7 നിയമസഭാ മണ്ഡലങ്ങൾ. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥിക്ക് 38,227 വോട്ടിന്റെ ലീഡ് നൽകിയാണ് ജയിപ്പിച്ചത്. ഇടതിനെ 3,89,209, UDFിന് 3,50,982, BJPക്ക് 1,02,681 എന്നിങ്ങനെയായിരുന്നു 2014 വോട്ട് നില. ആം ആദ്മി പാർട്ടിയിലെ സാറ ജോസഫ് 44,638 വോട്ടും നേടി. നോട്ട നേടിയത് 10,050 വോട്ട്. പിന്നീട് വന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ 7 നിയമസഭാ സീറ്റും LDFിന്റെ കയ്യിലായി. വർഷങ്ങൾക്കിപ്പുറം തിരഞ്ഞെടുപ്പ് മുന്നിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയ കക്ഷികൾക്ക് തൃശൂരിന്റെ മനസ്സ് കാണാനായിട്ടില്ല. കരുത്തനായ കരുണാകരൻ തൃശൂരിൽ പരാജയമറിഞ്ഞിട്ടുണ്ട്. 1996 അത്. അടുത്ത തവണ മത്സരിച്ച K മുരളീധരനെയും തൃശൂർ തോൽവി പറയിച്ചു. ഇതേ മണ്ഡലം തന്നെയാണ് 2009 PC ചാക്കോയെ ലോക്സഭയിലെത്തിച്ചത്. ഇടതും വലതും ഇത്തവണ ഉറച്ച വിജയപ്രതീക്ഷയിലാണ്. വിജയത്തിന്റെ കാര്യത്തിൽ A+ മണ്ഡലമായി തൃശൂരിനെ കരുതുന്ന NDAയും പ്രതീക്ഷ പുലർത്തുന്നു. പോരാട്ടം ത്രികോണ മത്സരമായി മുന്നേറുമ്പോൾ വിജയം ആർക്കെന്തറിയാൻ മെയ് 23 വരെ കാത്തിരിക്കുക തന്നെ. TCV തൃശൂർ. 4 നൂറ്റാണ്ടിലധികമായി തെരഞ്ഞെടുപ്പിലെ ശബ്ദ സാന്നിധ്യമാണ് ടോണി വട്ടക്കുഴി. കേരളത്തിൽ വിവിധ മണ്ഡലങ്ങളിൽ വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് മുഴങ്ങിക്കേൾക്കുന്നത് ഈ തൃശൂർക്കാരന്റെ ഘനഗംഭീര ശബ്ദമാണ്. ബഹുദൂരം മുന്നേറണം നമ്മുടെ നാട്. ഒന്നിക്കാം, ഒരുമയുടെ ഗാഥയാകാം. ലീഡർ K കരുണാകരനും ചെന്നിത്തലയ്ക്കും ഉമ്മൻചാണ്ടിക്കും പ്രൊഫസർ C രവീന്ദ്രനാഥിനും വേണ്ടി ശബ്ദപ്രചരണം നടത്തിയിട്ടുള്ള ടോണി വട്ടക്കുഴി 28 വർഷമായി ഈ രംഗത്തെത്തിയിട്ട്. ലോക്സഭ, നിയമസഭ, പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിലെ നിറസാന്നിധ്യമാണ് ഈ ശബ്ദം. കക്ഷി രാഷ്ട്രീയ ഭേദമേനെ ശബ്ദപ്രചാരണത്തിൽ മുഴങ്ങിക്കേൾക്കുന്ന ഈ ശബ്ദം വത്തിക്കാനിൽ വരെ കേൾക്കാം. വത്തിക്കാനിലെത്തുന്ന സഞ്ചാരികൾ കേൾക്കുന്ന മലയാള വിവരണം ഈ തൃശ്ശൂർക്കാരന്റെ ശബ്ദത്തിലാണ്. ലോകപ്രശസ്ത ഗ്രീക്ക് പ്രാസംഗികനായിരുന്ന ഡമസ്തനീസിനെ പോലെ വിക്കെന്ന വൈകല്യമുള്ളയാളായിരുന്നു ഇദ്ദേഹം. ക്ലാരൻസ് എന്ന കന്യാസ്ത്രീയാണ് ഇദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ ഗതി മാറ്റിയത്. സ്കൂളിനടുത്തുള്ള റബ്ബർ തോട്ടത്തിൽ ഉച്ചത്തിൽ ബൈബിൾ വായിച്ചുകൊണ്ടായിരുന്നു പരിശീലനം. പതുക്കെ പതുക്കെ വാക്കുകൾ വഴങ്ങി തുടങ്ങി. ആത്മവിശ്വാസവും കൂട്ടിനെത്തി. പരിഹസിച്ചവർക്ക് മുന്നിൽ പാടിയും പറഞ്ഞും തെളിഞ്ഞതോടെ ശബ്ദമാണ് തൻ്റെ ശക്തിയും ജീവിതമാർഗവുമെന്ന് തിരിച്ചറിയുകയും തീരുമാനിക്കുകയുമായിരുന്നു. പഴയ കാലത്തെ അപേക്ഷിച്ച് എതിരാളികളെ ആക്ഷേപിക്കുന്ന ശബ്ദപ്രചാരണ ശൈലിക്ക് പകരം മാന്യമായ പ്രചാരണ രീതി കൈവന്നതായി ഇദ്ദേഹം സാക്ഷ്യപ്പെടുത്തുന്നു. ത്രിതല പഞ്ചായത്തിൻ്റെ ഇലക്ഷൻ്റെ പോലൊരു തിരക്ക് ആയിരക്കണക്കിന് അത് ഇതിൽ വരില്ല. പിന്നെ ഓരോരുത്തർ ബുക്കിങ് വേറെ ആൾക്ക് പറയരുത്, അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ പറയും ആദ്യം ആര് വരുന്നു, നമുക്ക് പാർട്ടിയില്ല. അങ്ങനെ ആദ്യം ആര് വരുന്നു അവർക്ക് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഒരു ഐഡിയ. ഈ ഇലക്ഷൻ കമ്മീഷൻ സ്ട്രിക്റ്റ് ആയതുകൊണ്ടാണോ എന്നറിയില്ല, മുൻ വർഷങ്ങളിലൊക്കെ ഒരുപാട് കുറ്റങ്ങൾ പറയുന്ന ഒരു പ്രവണത, നമുക്ക് തന്നെ വായിക്കാനൊരു വിഷമം തോന്നുന്ന രീതിയിൽ എതിരാളികളെ കടന്നാക്രമിക്കുന്ന വാക്കുകൾ, വളരെ ക്രൂരമായി ആക്രമിക്കുന്ന വാക്ക്, അതൊന്നും ഇപ്പോൾ കാണുന്നില്ല. അവതാരകൻ, ഡബ്ബിംഗ് ആർട്ടിസ്റ്റ്, ന്യൂസ് റീഡർ, ഗായകൻ എന്നീ നിലകളിൽ തൻ്റെ ശബ്ദം ഉപയോഗിച്ചുകൊണ്ട് മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, കന്നഡ, തെലുങ്ക്, ഒഡീഷ, ഹിന്ദി എന്നീ ഭാഷകളിലും ഗോത്രഭാഷയിലും വരെ ഡബ്ബ് ചെയ്തു. ഊഴം, ആദി, ലൂസിഫർ എന്നിങ്ങനെയുള്ള സിനിമകളിലും ശബ്ദം നൽകി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ശബ്ദപ്രചാരണം കൊടുക്കുമ്പോൾ വിവിധ മണ്ഡലങ്ങളിൽ പല പാർട്ടികൾക്കായി ഈ പരിചിത ശബ്ദം ഉച്ചത്തിൽ മുഴങ്ങുകയാണ്. പൊളിറ്റിക്കൽ ഡെസ്ക്, TCV. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് പ്രകാശിക്കുന്ന LED ചിഹ്നങ്ങൾ താരമാകുന്നു. പുതുമകൾ നിറഞ്ഞ പ്രചാരണ രീതി എന്ന നിലയിൽ LED ചിഹ്നങ്ങൾക്ക് വിപണിയിൽ ആവശ്യക്കാർ ഏറെയാണ്. തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട ചൈനയിൽ നിന്നാണ് ഇവ ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ വിൽപ്പനയ്ക്കായി എത്തിയത്. വീടുകളിലും പാർട്ടി ഓഫീസുകളിലും വൈദ്യുതി ഉപയോഗിച്ച് ഇത് പ്രവർത്തിപ്പിക്കാം. 250 രൂപ വിലയിൽ താമര, കൈ, ചുറ്റിക, അരിവാൾ, നക്ഷത്രം എന്നീ ചിഹ്നങ്ങളാണ് വിൽപ്പനയ്ക്കായി കടകളിൽ എത്തിയിട്ടുള്ളത്. ഇവ വീണ്ടും ഉപയോഗിക്കാം എന്നുള്ളതും വിൽപ്പന കൂടുവാൻ കാരണമായിട്ടുണ്ട്. കുന്നംകുളത്തെ ഹോൾസെയിൽ മാർക്കറ്റിൽ LED ചിഹ്നത്തിന് നിരവധി ആവശ്യക്കാർ എത്തുന്നുണ്ട്. കൊടുങ്ങല്ലൂർ എടവിലങ്ങിൽ നിയന്ത്രണം വിട്ട കാർ കലിങ്കിലിടിച്ച് മറിഞ്ഞ് 2 പേർക്ക് പരിക്കേറ്റു. കോതപ്പറമ്പ് കാര റോഡിൽ പൊടിയൻ ബസാറിലായിരുന്നു അപകടം. അപകടത്തിൽ പരിക്കേറ്റ കാര, പ്ലാപ്പറമ്പിൽ മുജീബ്, അഴീക്കോട് അണക്കത്തിൽ ഷമീർ എന്നിവരെ കൊടുങ്ങല്ലൂർ മോഡേൺ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
രുചിയിലും ഉൽപ്പന്നങ്ങളിലും വ്യത്യസ്തത തീർത്ത് അതിഥി സംസ്ഥാനങ്ങൾ കുന്നംകുളത്ത് വിസ്മയം തീർക്കുമ്പോൾ സമൃദ്ധമായ കലാരൂപങ്ങളാൽ അതിഥികളെയും സന്ദർശകരെയും ഒരുപോലെ ആകർഷിക്കുകയാണ് സരസ് മേള. വിവിധങ്ങളായ കലാപരിപാടികൾ ഉൾപ്പെടുത്തി കാണികൾക്കായി ഒരുക്കിയ സാംസ്കാരിക സദസ്സിൽ ഗായകൻ പ്രദീപ് സോമസുന്ദരം, സ്റ്റാർ സിംഗർ ഫെയും ദുർഗ വിശ്വനാഥൻ നയിച്ച ഗാനമേള ആസ്വാദികരമായി. ഒപ്പം മയൂഖം കലാക്ഷേത്ര അണിയിച്ചൊരുക്കിയ നൃത്തവിസ്മയവും മേളയുടെ മാറ്റുയർത്തി. മേളയുടെ ഭാഗമായി ഗോത്ര കലാരൂപങ്ങൾ എന്ന വിഷയത്തെ ആസ്പദമാക്കി ഡോക്ടർ കെ ദിലീപ് കുമാർ നടത്തിയ സെമിനാറിൽ നിരവധി പേർ പങ്കെടുത്തു. നാടൻ പാട്ടിലൂടെ നാട്ടുകലാകാരക്കൂട്ടം തൈവമക്കൾ സദസ്സിനെ ആവേശത്തിലാഴ്ത്തി. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പെൻഷൻ വിതരണത്തെ ചൊല്ലി വടക്കാഞ്ചേരിയിൽ വൻ വിവാദം. സഹകരണ ബാങ്ക് വഴി വിതരണം ചെയ്യേണ്ട പെൻഷൻ CPM ഏരിയ കമ്മിറ്റി ഓഫീസ് വഴി വിതരണം ചെയ്തുവെന്നാരോപിച്ച് കോൺഗ്രസ് നഗരസഭാ കൗൺസിലർമാർ രംഗത്തെത്തിയത് സംഘർഷത്തിനിടയാക്കി. വടക്കാഞ്ചേരി ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള പെൻഷൻ ഗുണഭോക്താക്കളെ പാർട്ടി ഓഫീസിലേക്ക് വിളിച്ചുവരുത്തിയെന്ന് ആരോപിച്ചാണ് പ്രതിഷേധവുമായി കോൺഗ്രസ് രംഗത്തെത്തിയത്. നഗരസഭാ പ്രതിപക്ഷ നേതാവും DCC ജനറൽ സെക്രട്ടറിയുമായ K. അജിത് കുമാറിന്റെ നേതൃത്വത്തിൽ CPM ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഓഫീസിന് മുന്നിൽ തടിച്ചുകൂടിയ നഗരസഭാ കൗൺസിലർമാരും കോൺഗ്രസ് UDF പ്രവർത്തകരും പെൻഷൻ രാഷ്ട്രീയവൽക്കരണത്തിനെതിരെ മുദ്രാവാക്യം മുഴക്കി. ഇതിനിടയിൽ CPM ഓഫീസിൽ നിന്ന് ഇറങ്ങിവന്ന CITU നേതാവ് KM മൊയ്തുവിന്റെ നേതൃത്വത്തിലുള്ള പ്രവർത്തകർ കോൺഗ്രസ് കൗൺസിലർമാരുമായി വാക്പോരും ഉന്തും തള്ളുമുണ്ടായി. സ്ഥലത്തുണ്ടായിരുന്ന പോലീസ് ഇരുകൂട്ടരെയും പിരിച്ചുവിട്ടതിനാലാണ് വൻ സംഘർഷം ഒഴിവായത്. തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനം തുടർച്ചയായി നടത്തുന്ന CPM ജനങ്ങളെ വഞ്ചിക്കുകയാണെന്നും പരാജയ ഭീതിയിൽ അക്രമം അഴിച്ചുവിടുകയാണെന്നും കോൺഗ്രസ് കുറ്റപ്പെടുത്തി. ഇത് സംബന്ധിച്ച് തലപ്പള്ളി താലൂക്ക് തഹസിൽദാർക്ക് പരാതി നൽകി. എന്നാൽ പാർട്ടി ഓഫീസിൽ പെൻഷൻ വിതരണം ഉണ്ടായിട്ടില്ലെന്നും ക്ഷേമ പെൻഷൻകാർ അനുഭവിക്കുന്ന വിവിധ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും പരിഹരിക്കുന്നതിനും കൺവെൻഷൻ ചേരുക മാത്രമാണ് ഉണ്ടായതെന്നും CPM നേതൃത്വം അറിയിച്ചു. പെൻഷൻ കുടിശ്ശിക പൂർണ്ണമായി കൊടുത്തു തീർത്ത ഇടതുപക്ഷ സർക്കാരിനെ അഭിനന്ദിക്കുന്നതിനാണ് യോഗം നടന്നതെന്നും പാർട്ടി വ്യക്തമാക്കി. കനത്ത പരാജയം മുന്നിൽ കാണുന്ന കോൺഗ്രസ് അക്രമം അഴിച്ചുവിടാനാണ് ശ്രമിക്കുന്നതെന്നും CPM ആരോപിക്കുന്നു. CPM നേതാക്കളായ KM മൊയ്തു, KM സൈദലവി, കോൺഗ്രസ് നേതാക്കളായ K. അജിത് കുമാർ, TV സണ്ണി എന്നിവർ ഉന്തിനും തള്ളിനുമിടയിൽ പരിക്കേറ്റതായി കാണിച്ച് വിവിധ ആശുപത്രികളിൽ ചികിത്സയിലാണ്. TCV വടക്കാഞ്ചേരി. വരവൂർ ആണ്ട് നേർച്ചയിൽ പങ്കെടുക്കാൻ ആയിരങ്ങളെത്തി. നേർച്ചയോടനുബന്ധിച്ച് നടന്ന മൗലീദ് സമസ്ത കേന്ദ്ര മുഷാവറാംഗം ശൈഖുന നെല്ലായി കുഞ്ഞുമുഹമ്മദ് മുസ്ലിയാർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുസമ്മേളനവും വിവാഹ സഹായനിധിയുടെ വിതരണോദ്ഘാടനവും പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ നിർവഹിച്ചു. വരവൂർ മഹൽ ഖത്തീബ് അഷ്റഫ് അക്സനി അധ്യക്ഷനായിരുന്നു. UR പ്രദീപ് MLA, വരവൂർ മഹല്ല ജമാഅത്ത് പ്രസിഡന്റ് അബ്ദുൽ ഖാദിർ സാഹിബ്, സ്വാമി സ്വരൂപാനന്ദ തീർത്ഥപാദർ, ഫാദർ ദവസി പന്തല്ലൂക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇടവേള. ഒരു ബിൽഡർ എന്ന നിലയിൽ ഗുണമേന്മയിൽ നോ കോംപ്രമൈസ്. അതുകൊണ്ട് തന്നെ എന്റെ ഫസ്റ്റ് ചോയ്സ് എപ്പോഴും കേബിൾ പോയിന്റ്, where you can see and feel just about the entire range of electrical products. The complete hypermarket for all electrical products. Electrical switches, fans, wires, decorative lamps എന്നിവയുടെ അതിവിപുലമായ കളക്ഷൻ. മികച്ച ഗുണമേന്മയോടൊപ്പം കുറഞ്ഞ വില. നിങ്ങളും റെക്കമെൻഡ് ചെയ്യും. ന്യൂ കേബിൾ പോയിന്റ്, ശങ്കരയ്യർ ജംഗ്ഷൻ, MG റോഡ്, തൃശൂർ. വാർത്തയിലേക്ക് വീണ്ടും. സാമ്പത്തിക മൂലധന ശക്തികൾക്ക് വെല്ലുവിളിയായതിനാലാണ് സഹകരണ ബാങ്കുകളെ തകർക്കാൻ കേന്ദ്രം ശ്രമിക്കുന്നതെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് പറഞ്ഞു. കേരള സ്റ്റേറ്റ് ജനറൽ ഇൻഷുറൻസ് എംപ്ലോയീസ് യൂണിയൻ സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. കേരളത്തിന്റെ സാമ്പത്തിക നയങ്ങൾക്ക് ബദൽ തീർക്കുന്നതുകൊണ്ടാണ് കേരളത്തിലെ ഇടതുപക്ഷ സർക്കാരിനെതിരെ കേന്ദ്രം ശത്രുതാ മനോഭാവം പുലർത്തുന്നതെന്നും രവീന്ദ്രനാഥ് വിശദമാക്കി. അഖില കേരള എഴുത്തച്ഛൻ സമാജം ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ വിജു പോൾ തെക്കേക്കര അധ്യക്ഷനായിരുന്നു. PK ഷാജൻ, PK സെൽവരാജ്, IK രാമചന്ദ്രൻ, ദീപക് വിശ്വനാഥ്, G. ആനന്ദ് എന്നിവർ പങ്കെടുത്തു. ഒളകരയിൽ ആദിവാസികൾക്ക് നേരെയുള്ള ആക്രമണങ്ങളിൽ പ്രതിഷേധിച്ച് വിവിധ മനുഷ്യാവകാശ സംഘടനകളുടെ നേതൃത്വത്തിൽ തൃശൂരിൽ ജനകീയ കൺവെൻഷൻ നടത്തി. അഡ്വക്കേറ്റ് PA പൗരൻ കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തു. TK വാസു അധ്യക്ഷനായിരുന്നു. ബൾക്കീസ് ബാനു, മാത്തൂർ മണികണ്ഠൻ, നവാസ് എടവലങ്ങ് തുടങ്ങിയവർ സംസാരിച്ചു. തൃശൂർ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജിലെ സിവിൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ ടെക് ഫെസ്റ്റ് സംഘടിപ്പിച്ചു. ശാസ്ത്ര സാങ്കേതിക പ്രദർശനത്തിൻ്റെ ഭാഗമായി വിവിധ മത്സരങ്ങൾ അരങ്ങേറി. കേരളത്തിലെ വിവിധ യൂണിവേഴ്സിറ്റികൾക്ക് കീഴിലുള്ള എഞ്ചിനീയറിംഗ് കോളേജ് വിദ്യാർത്ഥികൾ ടെക് ഫെസ്റ്റിൽ പങ്കെടുക്കുന്നുണ്ട്. 2 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച ഫെസ്റ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ ഷീബ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ CV ലാൽ, ഡോക്ടർ സജി കുമാർ, S. സതീഷ് കുമാർ, PP ശിവൻ, അനന്തുരാജ് തുടങ്ങിയവർ പങ്കെടുത്തു. വാണിജ്യം.
സുന്ദരമായ അന്തരീക്ഷത്തിൽ താമസത്തിന് പൂർണ്ണ സജ്ജമായ മനോഹരമായ വില്ല സ്വന്തമാക്കാം. കാഞ്ഞാണി എറവിലാണ് ഈ മനോഹര ഭവനം ഒരുക്കിയിരിക്കുന്നത്. തൃശൂർ കാഞ്ഞാണി സംസ്ഥാന പാതയിൽ നിന്ന് 400 മീറ്റർ മാത്രം അകലെ എറവിൽ പ്രകൃതി രമണീയമായ പരിസരമുള്ള ഹൈ പ്രൊഫൈലിൽ 4 ബെഡ്റൂമോട് കൂടിയ സെമി ഫർണിഷ്ഡ് വില്ലയാണ് 10.25 സെന്റിൽ സജ്ജമായിരിക്കുന്നത്. തികച്ചും ശാന്തമായ അന്തരീക്ഷത്തിൽ പ്രകൃതി രമണീയമായ പ്രദേശത്താണ് വില്ല. തൃശൂർ നഗരത്തിലേക്കും ഗുരുവായൂരിലേക്കും തൃപ്രയാറിലേക്കും ഇവിടെ നിന്ന് എളുപ്പമെത്താവുന്ന ദൂരം മാത്രമാണുള്ളത്. കിണർ, കോമ്പൗണ്ട് വാൾ എന്നിവ സഹിതം പൂർണ്ണസജ്ജമായ വില്ലയിൽ 3 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. ഉദ്ദേശ വില 89 ലക്ഷം മാത്രം. ബാങ്ക് ലോൺ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9539709233. പ്രധാന വാർത്തകൾ വീണ്ടും. കനത്ത വേനലിൽ മഞ്ഞപ്പിത്തവും ചിക്കൻ പോക്സും പടർന്നു പിടിക്കുന്നു. ജില്ലയിൽ 9 പേർക്ക് കൂടി സൂര്യാതപമേറ്റു. സ്കൂളുകളിൽ അവധിക്കാല ക്ലാസുകൾ പാടില്ലെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. പാലിയേക്കര ടോൾ പ്ലാസയിൽ ബസ്സുകൾക്ക് പ്രത്യേക ട്രാക്ക് അനുവദിക്കാത്തതിൽ പ്രതിഷേധം. തൃശൂർ വരന്തരപ്പിള്ളി കല്ലൂർ റൂട്ടിൽ സ്വകാര്യ ബസ്സുകൾ പണിമുടക്കി സമരവുമായി മുന്നോട്ടു പോകുമെന്ന് തൊഴിലാളികൾ. സ്വർണം കവർച്ച ചെയ്യാൻ യുവാവിനെ കുത്തിക്കൊലപ്പെടുത്തിയ കേസിൽ പ്രതിക്ക് ട്രിപ്പിൾ ജീവപര്യന്തവും പിഴയും. തൃശൂർ അഡീഷണൽ ജില്ലാ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. തെരഞ്ഞെടുപ്പ് പോരാട്ടം ചൂടുപിടിക്കുന്നു. ആലത്തൂരിൽ PK ബിജുവും ചാലക്കുടിയിൽ ഇന്നസെന്റും പത്രിക സമർപ്പിച്ചു. ചെങ്ങാലൂർ മേഖലയിലെ കർഷകർക്ക് ആശ്വാസമായി ചിമ്മിനി ഡാമിൽ നിന്ന് കൂടുതൽ വെള്ളം തുറന്നുവിട്ടു. TCV വാർത്തയെ തുടർന്ന് മന്ത്രി പ്രൊഫസർ C രവീന്ദ്രനാഥിന്റെ ഇടപെടലാണ് കർഷകർക്ക് ആശ്വാസമായത്. മായന്നൂർ കുട്ടിൽമുക്ക് തടയണയിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കാനിറങ്ങിയ വിദ്യാർത്ഥി മുങ്ങി മരിച്ചു. ബംഗളൂരുവിൽ നിന്നും കടൽ കാണാനെത്തിയ വിദ്യാർത്ഥി സംഘം ബ്ലാങ്ങാട് കടലിൽ തിരയിൽപ്പെട്ടു. ഒഴിവായത് വൻ ദുരന്തം. ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.